അഗ്രികൾച്ചർ അല്ലെങ്കിൽ US ഗവൺമെൻറ് അവരുടെ ഡയറ്ററി ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത് ഡയറ്ററി ഫാറ്റിനും പ്രോട്ടീനുമാണ്. നമ്മൾ പല വീഡിയോസിൻ്റെയും കമൻറ്റ് ബോക്സിൽ, ഇപ്പോൾ എൻ്റെ തന്നെ ആയാലും വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ കാണാറുണ്ടായിരുന്നു, സാച്ചുറേറ്റഡ് ഫാറ്റ് എങ്ങനെയാണ് നല്ലതാവുന്നത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിങ്ങനെ പറയാൻ തോന്നുന്നു, ഇങ്ങനെയുള്ള കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു ഡയറ്ററി ഗൈഡ് ലൈൻസ് പ്രകാരം സാച്ചുറേറ്റഡ് ഫാറ്റ് എന്തുകൊണ്ട് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മറുപടിയേ ഉള്ളൂ: റീസ്റ്റോറിങ് സയൻസ് ആൻഡ് കോമൺ സെൻസ്. അതായത് ഇത് വെച്ചാണ് ഞാനും പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ഹെൽത്ത് ക്രിയേറ്റേഴ്സ് ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളാരും മൈൻഡ് ചെയ്തിട്ടില്ല. നമ്മൾ പണ്ട് കുഞ്ഞു ക്ലാസ്സുകളിലെ പഠിച്ചു തന്ന ഫുഡ് പിരമിഡ് ഇതാ ഇങ്ങനെയായിരുന്നു. പക്ഷേ അതിപ്പം നേരെ ഇൻവേർട്ടഡ് പിരമിഡിലോട്ടാക്കി ഈ ഒരു പരുവത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രോട്ടീനും ഹെൽത്തി ഫാറ്റ്സിനും പ്രയോറിറ്റി കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞേക്കുന്ന ഈ ഒരു ഡയറ്ററി ഗൈഡ് ലൈൻസിൽ അവർ മോസ്റ്റ്ലി ചൂസ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് റിയൽ ഫുഡ്സിനെയാണ്. ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ പ്രയോറിറ്റൈസേഷൻ ആണ്. ഏകദേശം 1.2 ഗ്രാം പെർ 1 kg ഓഫ് ബോഡി വെയിറ്റ് മുതൽ 1.6 ഗ്രാം വരെ ഒരു അഡൾട്ടായിട്ടുള്ള ഹെൽത്തി ഇൻഡിവിജ്വലിനെ എടുക്കാം എന്നുള്ളതാണ് ഇവരുടെ ഗൈഡ് ലൈൻസിൽ ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ഒരുപാട് നാളുകളായിട്ടുള്ള കോർപ്പറേറ്റ് ഇൻട്രസ്റ്റുകളൊക്കെ മാറ്റി നിർത്തിയിട്ട് അവരിപ്പം പ്രയോറിറ്റി കൊടുക്കുന്നത് അമേരിക്കൻസിന്റെ ഹെൽത്തിനാണ്. നമ്മളിനി അടുത്ത വീഡിയോയിൽ കാണാം.